ഹായ് ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൗരത്വത്തെ കുറിച്ച്, നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമ്മുടെ പൗരത്വം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏത് പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരത്വത്തെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഏക പൗരത്വമാണുള്ളത്, അല്ലെ? ഒരു പൗരത്വമാണുള്ളത്. നമ്മൾ അത് എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അതാണ് ഈ ഞാനിതൊരു ബ്രാക്കറ്റിൽ കൊടുത്തത്. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ആശയം കടമെടുത്തത്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന്. അതായത് നമുക്ക് ഏക പൗരത്വമാണുള്ളത്. ഒരാൾക്ക് എത്ര പ്രാവശ്യം നമുക്ക് പൗരത്വം നേടാൻ പറ്റും? അതായത് ഏതൊക്കെ രീതിയിൽ, ഏത് രീതികളിൽ നമുക്ക് പൗരത്വം നേടാൻ സാധിക്കും? 5 രീതിയിൽ നേടാൻ സാധിക്കും. ഒരു വിദേശ പൗരന് ഇന്ത്യയിലെ 5 രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് 5 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിലെ പൗരത്വം നേടാനായിട്ട് സാധിക്കും. അത് പറയുന്ന പാർലമെന്റ് ആക്ട് ആണ് 1955 ആക്ട്. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. 1955 ആക്ടിലാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് 5 തവണ പൗരത്വം നേടാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അതൊക്കെ? ഒന്നാമത്തെ ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം. നമ്മൾ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ പൗരനായിട്ട് നമുക്ക് അവകാശം കിട്ടുന്നുണ്ട്, അതായത് ബൈ ബർത്ത് വരുന്നത്. ഇനി പിന്തുടർച്ചയായിട്ടുള്ള അവകാശം, അതായത് നമ്മുടെ പാരൻസ് ഇന്ത്യക്കാരനാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ആ ഒരു പൗരത്വം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതാണ് രജിസ്ട്രേഷൻ ചെയ്യുക. അതായത് ഒരു വിദേശ പൗരന് ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് ഇന്ത്യക്കാരനാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിലെ പൗരത്വം നേടാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇതാണ് മൂന്നാമത്തത്, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഇനി ഇന്ത്യയിൽ കുറെ കാലം ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ്? ചിരക്കാല അധിവാസം മുഖേനയും ഇന്ത്യയിൽ എന്ത് കിട്ടുന്നുണ്ട്? പൗരത്വം കിട്ടും, അപേക്ഷിച്ചാൽ കിട്ടും. ഇനി ഇന്ത്യയിലേക്ക് ഒരു പുതിയ സ്ഥലം കൂട്ടിച്ചേർക്കാണ്. അങ്ങനെ വരുമ്പോൾ ആ ദേശത്തുള്ള ആളുകൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? പൗരത്വം കിട്ടുന്നുണ്ട്. കാരണം ആ ദേശം ഇന്ത്യയോട് ചേർത്തപ്പോൾ അവർക്ക് എന്തായി? ഇന്ത്യൻ പൗരനായിട്ട് അവർ മാറുന്നുണ്ട്. അങ്ങനെ 5 തരത്തിലാണ് ഇന്ത്യയിൽ പൗരത്വം കിട്ടുന്നത്. നോട്ട് ചെയ്യുക: ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ഇനി ചിരക്കാല അധിവാസം എന്ന് വെച്ചാൽ കുറെ കാലം ഇവിടെ താമസിക്കുകയാണെങ്കിൽ ആ ഒരു പേരിൽ എന്ത് ചെയ്യാം? നമുക്ക് പൗരത്വം ചോദിക്കാം. പക്ഷെ ഈ രജിസ്ട്രേഷൻ പൗരത്വത്തിന്റെ പ്രത്യേകതയാണ്, ചിലപ്പോൾ ഇവിടെ താമസിക്കണമെന്നില്ല. ഒരു വ്യക്തി വന്നിട്ട് എനിക്ക് ഇവിടുത്തെ പൗരത്വം വേണമെന്ന് പറയാണ്, ഒരു വിദേശ പൗരൻ പറയുകയാണെങ്കിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കുന്നതാണ് ഈ രജിസ്ട്രേഷൻ വഴിയുള്ളത്. ഇനി ഇന്ത്യയിൽ ചില ആളുകൾ കുറെ നാൾ താമസിച്ച ശേഷം ഇന്ത്യയുടെ ആ ഒരു രീതിയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരു പൗരനാണെന്നൊരു ആഗ്രഹം വന്നിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ 4മത്തത്. ഇനി 5മത്തെ എന്താണ്? ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയിലേക്ക് ചേർക്കുമ്പോൾ ആ പ്രദേശത്തുള്ള വ്യക്തികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇന്ത്യൻ പൗരത്വം കിട്ടുന്നുണ്ട്. ഇങ്ങനെ 5 തരത്തിലാണ് ഇന്ത്യയിലെ പൗരത്വം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പൗരത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്കത് പരിത്യാഗം ചെയ്യാം. എനിക്ക് ഇന്ത്യയിലെ പൗരത്വം വേണ്ട, ഞാൻ വിദേശത്ത് ഒരു പൗരത്വം എടുത്തപ്പോൾ എനിക്ക് ഇന്ത്യയിലെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യാം. അതായത് അയാൾ ശരിയല്ല, ഇന്ത്യക്ക് ഒരു പൗരനായിട്ട് ഇരിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അയാൾക്കില്ല എന്ന് കരുതി എന്ത് ചെയ്യാം? അത് എടുത്തു കളയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പൗരത്വ ബഹരണം ചെയ്യാം, അത് അപഹരിച്ചെടുക്കാം. ഇങ്ങനെ 3 രീതിയിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യാം? പൗരത്വം നഷ്ടപ്പെടാം. 5 രീതിയിൽ കിട്ടും, 3 രീതിയിൽ പോകും. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ നോക്കുക. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്തിനെ കുറിച്ച് പറയുന്നതാണെന്ന് ചോദിക്കാം. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൗരത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും പഠിച്ച കുറച്ച് പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടതിന്റെ ഒരു ഫലമായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പറയാം. എന്നിട്ട് ഞാനത് പറയുകയും ചെയ്യാം ഒപ്പം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, താഴെ പറയുന്നതിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയിട്ടില്ലാത്തത്? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? നമ്മൾ ആദ്യം എന്ത് വിചാരിക്കും? വായിക്കുമ്പോൾ തന്നെ ഏത് പദമാണ് എഴുതിയിട്ടുള്ളത് എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ ഏത് വാക്കാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയിട്ടില്ലാത്തത്? പരമാധികാരം, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ഭാരതീയർ. ഏതായിരിക്കും? ഭാരതീയർ ആണ്, അല്ലെ? കാരണം ഈ 3 വേർഡ്സും അതിലുണ്ട്. പരമാധികാരം ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്. പക്ഷെ ഭാരതീയർ എന്ന പദം അതിലില്ല. ഓക്കെ,
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കണ്ടോ, അതും കണ്ടോ, സ്റ്റേറ്റ്മെന്റ് വൈസ്ഡ് ആയിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ശരിയല്ലാത്തത്. ശരിയല്ല ഏതാണ്? എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കിയ തീയതി 1949 നവംബർ 26 രണ്ടാമത്തെ എന്താണ്? സെക്യുലർ എന്ന വാക്ക് 42ാമത്തെ ഭേദഗതിയിലൂടെ ചേർത്തതാണ്. ഇനി മൂന്നാമത്തെ എന്താണ് പറയുന്നത്? 42ാമത്തെ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി നടന്നത് 1976 ഇനി ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ 2ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി സ്വീകരിച്ചിരിക്കുന്നു. ഇതിലേതാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തത് ശരിയാണ്, ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കിയത് കറക്റ്റ് ആൻസർ ആണ്. സെക്യുലർ എന്ന വേർഡ് 42ാമത്തെ ഭേദഗതിയിൽ വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം ആമുഖം മാറ്റിയില്ലേ, അപ്പോൾ സെക്യുലർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 42ാമത്തെ ഭേദഗതി വന്നതും 1976 നാലാമത്താണ് ഇന്ത്യൻ ഭരണഘടനയും 2ാം ലോക മഹായുദ്ധം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. അപ്പൊ അതിലെ ഒരു കാര്യവും ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്തിട്ടില്ല. അപ്പോ ശരിയല്ലാത്തത് ഏതാണ്? ഡി ആണ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? അത് ഡി ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത്, ഈ സെക്യുലർ എന്ന് പറഞ്ഞ വേർഡിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? സർക്കാരിന്റെ ദൃഷ്ടിയിൽ എല്ലാ മതങ്ങളും തുല്യരാണ്. ബിയിൽ എന്താ പറയുന്നത്? മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സിയിൽ എന്താ പറയുന്നത്? ഒരു മതം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഈ പറയുന്നത് ഒന്നുമല്ല. ഏതാണ് സെക്യുലർ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? ആൻസർ ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. സർക്കാരിന്റെ ദൃഷ്ടിയിൽ എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം, ഒരു മതത്തിനും പ്രത്യേകതയില്ല. അതാണ്. ഇനി നാലാമത്തെ നോക്കിയേ. നാലാമത്തെ ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സാമൂഹ്യ സമത്വം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സാമൂഹിക സമത്വം എന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമൂഹ്യ സമത്വം, ആദ്യം അത് മനസ്സിലേക്ക് ഓർക്കാം. ഇനി ഓപ്ഷൻസ് നോക്കാം. അവസരങ്ങളുടെ കുറവ്, തുല്യതയുടെ അഭാവം, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അവസരം. ഇനി ഇതൊന്നുമല്ല, ഈ പറയുന്നത് ഒന്നുമല്ല എന്ന്. ഏതാണ് ആൻസർ? സാമൂഹിക സമത്വം. സമത്വം എന്ന് പറഞ്ഞാൽ തുല്യത എന്നും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അവസരം. അത്രേ ഉള്ളൂ. അത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, നന്നായിട്ട് ഓപ്ഷൻസും വായിക്കുക. ഇനി അഞ്ചാമത്തെ എന്താണെന്ന് നോക്കിയേ. അഞ്ചാമത്തേന്റെ പ്രത്യേകത എന്താണ്? പരമാധികാര ഇന്ത്യ. ആ ഒരു കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ഇവിടെ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരമാധികാര ഇന്ത്യ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യ ഒരു രാജ്യത്തെയും ആശ്രയിക്കുന്നില്ല, അതാണ് ഓപ്ഷൻ എ. ബി എന്താണ്? ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും കോളനി അല്ല, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇന്ത്യക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും മറ്റൊരു രാജ്യവുമായിട്ട് എന്ത് ചെയ്യാം? അതായത് കൂട്ടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നാലാമത്തെ എന്താണ്? ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾക്ക് ഇടപെടാനായിട്ട് സാധിക്കും. നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണ്? പരമാധികാര ഇന്ത്യ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്താണ് ഇതിന്റെ അകത്ത്? ഇന്ത്യ ഒരു രാജ്യത്തിനെ കോളനി അല്ല, അത് ശരിയാണ്. ഒരു രാജ്യത്തിനെ കോളനി അല്ല. ഇന്ത്യ ഒരു രാജ്യത്തെയും ആശ്രയിക്കുന്നുമില്ല. പിന്നെന്താണ്? രാജ്യത്തിന്റെ ഏത് ഭാഗവും മറ്റു രാജ്യത്തിന് കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പക്ഷെ ഇനി നാലാമത്തെ എന്താണ്? ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങൾക്ക് ഇടപെടാനായിട്ട് സാധിക്കും, അത് ശരിയല്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഒരു വിദേശ രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇടപെടാൻ സാധിക്കില്ല. അപ്പോ ആൻസർ എന്താണ്? ഡി ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഡി, അതുകൊണ്ടാണ് ഡി ശരിയായിട്ടുള്ളത്. ഇനി ആറാമത്തത്, അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വേണം റീഡ് ചെയ്യാനായിട്ട്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ തെറ്റേതാണെന്നാണ് ചോദിച്ചത്. ഈ പ്രാവശ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് ബെറുബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, അതൊന്നാമത്തത്. രണ്ടാമത്തത്, കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. സി എന്താണ്? എയും ബിയും ശരിയാണെന്നാണ് പറയുന്നത്. അതാണ് എയും ബി എന്ന് കൊടുത്തത്, എയും ബിയും ശരിയാണെന്ന്. ഇത് ഡി എന്താണ്? മുകളിൽ പറഞ്ഞത് ഒന്നും ശരിയല്ല എന്നാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്?
ഈ എ എന്ന് പറയുന്നത് ശരിയാണ് അല്ലെ, അത് സംഭവിച്ച കാര്യമാണ്, ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞിരുന്നു. ബിയിലും പറഞ്ഞിരുന്നു, ഈ കേശവാനന്ദ ഭാരതി കേസിലും പറഞ്ഞിരുന്നു എന്ത്, സുപ്രീം കോടതി ഭരണഘടനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സി ആണ് കറക്റ്റ്. ഈ എയും ബിയും ശരിയാണ്, അത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് എന്താണ്, സി കറക്റ്റ് ആണ്. ഓക്കെ, നമ്മളെ കുഴപ്പിക്കുന്ന തരമാണ്, പക്ഷെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കണം എക്സാമിന്റെ ടൈമിൽ, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരു ആദർശമല്ലാത്തത്? ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയാത്ത ആദർശം? അതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നീതി, സമത്വം, ആരോഗ്യം, സാഹോദര്യം. ഇതിൽ ഏതായിരിക്കും പറയാത്തത്? പറയാത്തത് എന്താണ്? ആരോഗ്യമാണ്. നീതി, സമത്വം, സ്വാതന്ത്ര്യം ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരോഗ്യത്തെ കുറിച്ച് പറയേണ്ട കാര്യം അതിലില്ല. അതിന് ആരോഗ്യത്തെ കുറിച്ച് പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് എന്ത് ആദർശത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ആരോഗ്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആമുഖത്തിൽ ഇനി പറയുന്ന ആദർശങ്ങൾ ഏതാണ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകുന്നത്? അതായത് രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഊന്നൽ നൽകുന്ന ആശയം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 4ഉം ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ ഒരെണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? രാജ്യത്തിന്റെ ഐക്യത്തെ കുറിച്ചും അഖണ്ഡതയെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു രാജ്യം ഐക്യമാണെങ്കിൽ എന്താണ് വേണ്ടത്? അവിടെ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒക്കെ വേണം. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് വേണം? സാഹോദര്യം വേണം അല്ലെ? കാരണം ഇന്ത്യയിൽ പല തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഒരു സാഹോദര്യം കീപ്പ് ചെയ്തില്ലെങ്കിൽ, ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അവിടെ എന്ത് സാധിക്കില്ല? അവിടെ ഐക്യം ഉണ്ടാവില്ല, അഖണ്ഡത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ 4 ആശയങ്ങൾ ഏത് ആശയമാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണത്? സാഹോദര്യമാണ് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആദർശം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് ചരിത്രരേഖയുടെ സ്വാധീനത്തിലാണ് പ്രതിഫലിക്കുന്നത്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു എന്നതാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഭരണഘടന, മാഗ്ന കാർട്ട, മനുഷ്യാവകാശങ്ങളുടെ സാർവത്രികമായിട്ടുള്ള പ്രഖ്യാപനം, ഡി എന്താണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. എവിടെ നിന്നാണ് ആമുഖം കടമെടുത്തത്? നെഹ്റു എവിടെ നിന്നാണ് അത് കടമെടുത്തത്? ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഭരണഘടനയിലാണ് അതിന്റെ ആൻസർ ഉള്ളത് അല്ലെ? അതായത് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഭരണഘടനയിൽ നിന്നാണ് ആമുഖം നെഹ്റു എന്ത് ചെയ്യുന്നത്? കടമെടുക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഭരണഘടന. അപ്പൊ ഈ 9 ക്വസ്റ്റ്യൻസും ഞാൻ എടുത്ത ക്ലാസ്സുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസുകൾ എല്ലാം ചോദിച്ചത്. അപ്പോ എക്സാമിന് മുമ്പ് നമ്മൾ ഇതെല്ലാം, അതായത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ എക്സാമിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അപ്പൊ കൺഫ്യൂഷൻസ് ഇല്ലാതെ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിന്റെ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് മാത്രം കറക്റ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? എഴുതുക. അപ്പോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.